എക്സ്പ്രസ് വിഷയം. പ്രിയമുള്ളവരെ, നമ്മൾക്കിന്ന് ഒരു നല്ല വിഷയം തന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒരു വീടാകുമ്പോൾ അവിടെ അമ്മായിയമ്മ ഉണ്ടാവും, മരുമകൾ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും ആഴമനുസരിച്ചാണ് ആ കുടുംബ ഭദ്രത നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില ടിപ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രകടിപ്പിക്കണം. എങ്കിലേ ആ സ്നേഹം അർത്ഥവത്താവുകയും. അതില് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അമ്മായിയമ്മയോടുള്ള ജീവിതം വളരെ നല്ല ബന്ധത്തിലാണെങ്കിൽ ആ കുടുംബത്തിൽ നല്ല ഒരു സൗഹൃദ അന്തരീക്ഷം, ഒരു നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവും. അമ്മായിയമ്മയ്ക്ക് തന്റെ മരുമകൾ തന്നെ പരിഗണിക്കുന്നുണ്ട് എന്ന് ഉത്തമ ബോധ്യം വരുമ്പോൾ മാത്രമേ അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹം ഉണ്ടായി. അമ്മായിയമ്മ ഒരു വസ്ത്രം അവർ വാങ്ങി, പുതിയൊരു വസ്ത്രം വാങ്ങി ധരിക്കുന്നു എന്ന് കരുതുക. അതിലൊരു നല്ല അഭിപ്രായം പറയുക. അവർ നന്നായിട്ടുണ്ട് എന്ന് ആ വസ്ത്രം ധരിക്കുമ്പോൾ അപ്പോൾ തന്നെ ആദ്യം പറയുന്ന കമന്റ് മരുമകളുടേതായിരിക്കും. അത് കേൾക്കുമ്പോൾ അവർ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ, അവർ വസ്ത്രം ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാവും. അപ്പൊ അങ്ങനെ അവരുടെ വസ്ത്രത്തെക്കുറിച്ചോ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചോ നല്ല അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നതിൽ തെറ്റില്ലെങ്കിലും അവർക്കത് അനിഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്, അവർ എവിടേക്കെങ്കിലും പോകുമ്പോൾ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ, അത് ബാഗാവാം അല്ലെങ്കിൽ വേറെ മറ്റുള്ള ഫോണാവാം, എന്തെങ്കിലും ആണെങ്കിലും അത് എടുത്തു കൊടുക്കുക. അത് മരുമകൾ തന്നെ ഒരു ശ്രദ്ധയോടെ വേഗം അത് എടുത്തു കൊടുക്കുക. എന്തെങ്കിലും അവർ മറന്നു പോവുകയാണെങ്കിൽ അതൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. തീർച്ചയായും അമ്മായിയമ്മയ്ക്ക് ആ തിരക്കിട്ട പോക്കിൻ്റെ ഇടയിൽ നൽകുന്ന ആ സേവനം അവർ തിരിച്ചു വരുന്നത് വരെ മരുമകളെ ഓർക്കും. അപ്പൊ മറന്നു പോകാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ മറക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ അവർക്ക് ആ പോകുന്ന യാത്രയെ സഹായിക്കാൻ വേണ്ടി മരുമകൾ അമ്മായിയമ്മയെ സഹായിക്കുകയാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ വലിയൊരു സ്നേഹം അവരോട് തോന്നുക. മൂന്നാമത്, നമ്മളൊരു കല്യാണത്തിനോ മറ്റോ ഈ അമ്മായിയമ്മ പോയി വരികയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള അവരുടെ സഹോദരങ്ങള്, അല്ലെങ്കിൽ അവരുടെ മാതാവിനെയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും, അവരുടെ കൂട്ടുകാരികളെയോ അവരുടെ പഴയ ആരെങ്കിലും കണ്ടിട്ടായിരിക്കും അവർ വരിക. അപ്പൊ അങ്ങനെ കാണാൻ സാധ്യതയുള്ള നമുക്ക് അറിയാമെങ്കിൽ, ഉദാഹരണമായി അവരുടെ ഒരു സഹോദരൻ അവിടെ കല്യാണത്തിന് വന്നിരുന്നു എങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവർക്ക് എങ്ങനെയാണ്, സുഖമാണോ, അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു, അവർക്ക് എങ്ങനെയുണ്ട്, കുഴപ്പമില്ല എന്ന്. ഇതൊക്കെ അവരുടെ അമ്മായിയമ്മയുടെ മനസ്സിലുള്ള ചില സന്തോഷങ്ങളെ ഒന്ന് ഉണർത്തും. അത് അവർക്ക് ഈ മരുമകളോട് സ്നേഹം കാണിക്കാൻ പ്രേരകമാകും. പിന്നെ നമ്മൾ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കിയാലും, മരുമകളിപ്പോ എന്തോ ഒരു നല്ല ഒരു സ്പെഷ്യൽ എന്തോ വസ്തുക്കൾ ഉണ്ടാക്കിയാലും ഓടിച്ചെന്ന് അമ്മായിയമ്മയ്ക്ക് നൽകി ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ പറയാം. ഇത് അമ്മായിയമ്മ ആദ്യം നിങ്ങളൊന്ന് രുചിച്ചു നോക്കൂ, എങ്ങനെയുണ്ട് എന്ന് നോക്കൂ എന്ന് പറയും. അപ്പൊ അവരെ ആദ്യം പരിഗണിക്കുമ്പോ, അവരോട് ചോദിക്കുമ്പോ, അവരോട് അഭിപ്രായങ്ങൾ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും അവർക്കൊരു സന്തോഷത്തിന് കാരണമാകും. മാത്രമല്ല അവർ തിരിച്ച് സ്നേഹം നൽകാനും കാരണമാണ്. അതുപോലെ തന്നെ രാവിലെ എണീറ്റ് അമ്മായിയമ്മ കണ്ട് എന്തെങ്കിലും ചായയോ മറ്റോ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ള അവർക്ക് എന്തെങ്കിലും സന്തോഷമാകുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് എന്നും ചെയ്തു കൊടുക്കുക. തീർച്ചയായും അവർ നല്ല ഹാപ്പി മൂഡിലേക്കാവും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, അവരുടെ കഴിവുകളെ, ഇത് എന്ത് കഴിവാണെങ്കിലും, അത് മറ്റുള്ള പാചകത്തിലുള്ള കഴിവായിക്കോട്ടെ, പാട്ടുപാടാനുള്ള കഴിവായിക്കോട്ടെ, മറ്റെന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ, അവരുടെ മേന്മകൾ ഉണ്ടെങ്കിൽ, അത് ഇടയ്ക്കിടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റുക. അവരെ നന്നായിട്ടുണ്ടായിരുന്നു, അന്ന് വെച്ചത് ഇങ്ങനെ നന്നായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഇങ്ങനെ അവരുടെ കഴിവുകളെ നമ്മൾ പുകഴ്ത്തുക, അല്ലെങ്കിൽ മരുമകൾ പുകഴ്ത്തുക. തീർച്ചയായും മറ്റാരും ചെയ്യുന്നതിനപ്പുറം മരുമകൾ ചെയ്യുമ്പോൾ തീർച്ചയായും ആ മരുമകളോട് നല്ല സ്നേഹം ഉണ്ടാകും. ഇത്തരം ടിപ്പുകൾ, ഇത്തരം പ്രകടനപരത, അത് നല്ല മനസ്സോടെ ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒരിക്കലും സ്വാധീനിക്കാനോ സ്വാർത്ഥതയ്ക്കോ വേണ്ടി ആകാതിരിക്കുക. മറിച്ച് നമ്മളൊരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കൽ അത് അനിവാര്യമാണ്.
അതുകൊണ്ട് തന്നെ ഇത്തരം സ്നേഹം പ്രകടിപ്പിക്കുന്നത് അവർക്ക് ബോധ്യം വരാൻ കാരണമാവും. ഇത് മരുമകൾക്ക് അമ്മായിയമ്മയ്ക്ക് തിരിച്ച് മരുമകളോടും ആവാം. പറയുമ്പോ അമ്മായിയമ്മയോട് എന്ന് മാത്രം പറഞ്ഞത് മാത്രം. പരീക്ഷിച്ചു നോക്കുക, തീർച്ചയായും വിജയം കൈവരും. വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.